എല്ലാവർക്കും നമസ്കാരം. ലോകപ്രശസ്ത സംവിധായകൻ ക്രിസ്റ്റഫർ നോളൻ ഒരുക്കിയ ദ ഒഡീസി ഇപ്പോൾ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയാണ്. ഹോമറിന്റെ പ്രസിദ്ധമായ ഒഡീസി എന്ന ഇതിഹാസ കഥയെ അടിസ്ഥാനമാക്കിയുള്ള ഈ സിനിമയുടെ പ്രത്യേകത കഥയിൽ മാത്രമല്ല, സിനിമ എങ്ങനെ ചിത്രീകരിച്ചു എന്നതിലും കൂടിയാണ്. ദ ഒഡീസി ഐമാക്സ് ഫിലിം ക്യാമറകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചിരിക്കുന്ന സിനിമയാണ്. അതും സാധാരണ ഫിലിമല്ല, ഐമാക്സ് 70mm ഫിലിം. ഇവിടെ ഒരു ചോദ്യം സ്വാഭാവികമായി വരും. ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ പോലും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഹോളിവുഡ് സിനിമകൾ ചിത്രീകരിച്ചിരുന്ന ക്യാമറകളേക്കാൾ വളരെ ശക്തമാണ്. ഇങ്ങനെയൊരു കാലത്ത് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ക്രിസ്റ്റഫർ നോളൻ എന്തിനാണ് വീണ്ടും ഫിലിം തിരഞ്ഞെടുക്കുന്നത്? പഴയ കാര്യങ്ങളോടുള്ള ഇഷ്ടം മാത്രമാണോ? നൊസ്റ്റാൾജിയാണോ? അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമറയേക്കാൾ ഫിലിം സാങ്കേതികമായി മികച്ചതാണോ? ഇതിന്റെ ഉത്തരം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ക്യാമറ യഥാർത്ഥത്തിൽ എന്താണ് രേഖപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ മുറിയിലെ എല്ലാ ലൈറ്റുകളും അണച്ചുവെന്ന് കരുതുക. ഇപ്പോൾ ഇവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച ക്യാമറ വെച്ചാലും അത് ഒന്നും പകർത്തില്ല. കാരണം ക്യാമറ ഒരു വസ്തുവിനെ നേരിട്ട് കാണുന്നില്ല. അത് വസ്തുവിൽ നിന്ന് പ്രതിഫലിക്കുന്ന പ്രകാശത്തെയാണ് രേഖപ്പെടുത്തുന്നത്. നമ്മളൊരു മനുഷ്യന്റെ മുഖം കാണുമ്പോഴും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. ഈ മുഖത്ത് പതിക്കുന്ന പ്രകാശം തിരിച്ചു വന്ന് നമ്മുടെ കണ്ണുകളിലേക്ക് എത്തുന്നു. കണ്ണ് ആ പ്രകാശത്തെ സ്വീകരിക്കുന്നു. അതിന് അർത്ഥം നൽകുന്നത് നമ്മുടെ തലച്ചോറുമാണ്. അതുകൊണ്ടാണ് സിനിമയുടെ യഥാർത്ഥ തുടക്കം ക്യാമറയിൽ നിന്നല്ല, പ്രകാശത്തിൽ നിന്നാണെന്ന് പറയുന്നത്. ഇനി ആ പ്രകാശം ക്യാമറ എങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഫിലിം ക്യാമറയിൽ ലെൻസിലൂടെ വരുന്ന പ്രകാശം ഫിലിമിന്റെ മുകളിലുള്ള പ്രകാശ സെൻസിറ്റീവ് പാളിയിൽ പതിക്കുന്നു. അതിനുള്ളിൽ പ്രകാശത്തോട് പ്രതികരിക്കുന്ന അതിസൂക്ഷ്മമായ സിൽവർ ഹാലൈഡ് കണികകളുണ്ട്. പ്രകാശം അതിലേക്ക് പതിക്കുമ്പോൾ അവയുടെ രാസഘടനയിൽ മാറ്റമുണ്ടാകുന്നു. ആ സമയത്ത് നമുക്ക് ചിത്രം കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. പക്ഷേ പ്രകാശം അവിടെ ഒരു അടയാളമുണ്ടാക്കിയിരിക്കും. പിന്നീട് ഈ ഫിലിമിനെ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ആ ചിത്രം പുറത്തേക്ക് വരുന്നത്. വളരെ ലളിതമായി പറയുകയാണെങ്കിൽ ഫിലിം എന്നത് പ്രകാശത്തെ ഒരു രാസ മെമ്മറിയിൽ സൂക്ഷിക്കുകയാണ്. ഡിജിറ്റൽ ക്യാമറയിൽ സംഭവിക്കുന്നത് വേറൊരു രീതിയിലാണ്. ഡിജിറ്റൽ ക്യാമറയിൽ ലെൻസിലൂടെ വരുന്ന പ്രകാശം സെൻസറിലേക്ക് പതിക്കുന്നു. സെൻസറിലെ ചെറിയ പ്രകാശഗ്രാഹികൾ ആ പ്രകാശത്തിന്റെ അളവ് കണക്കാക്കുന്നു. ആ ഇൻഫർമേഷൻ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുന്നു. പിന്നീട് അത് കമ്പ്യൂട്ടറിൽ വായിക്കാവുന്ന ഡിജിറ്റൽ വിവരങ്ങളായി സൂക്ഷിക്കുന്നു. അതായത് രണ്ടും പ്രകാശത്തെ തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ ഫിലിം പ്രകാശത്തെ രസതന്ത്രത്തിലൂടെ രേഖപ്പെടുത്തുന്നു. ഡിജിറ്റൽ ക്യാമറ അത് അളന്ന് സംഖ്യകളെ പോലെ മാറ്റുന്നു. ഇതാണ് അടിസ്ഥാന വ്യത്യാസം. അപ്പോൾ ഫിലിം എന്നത് എത്ര കെ റെസൊല്യൂഷനാണ്? 16K ആണോ? 18K ആണോ? 20K ആണോ? ഇന്റർനെറ്റിൽ പല കണക്കുകളും നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഒറ്റ കെ റെസൊല്യൂഷൻ സംഖ്യ പറയുന്നത് ശരിയായ രീതിയല്ല. കാരണം കെ റെസൊല്യൂഷൻ എന്നത് ഡിജിറ്റൽ ചിത്രത്തിലെ പിക്സൽ വീതിയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അളവാണ്. 4K എന്ന് പറഞ്ഞാൽ ഏകദേശം 4000 പിക്സൽ വീതിയുള്ള ചിത്രം. 8K എന്ന് പറഞ്ഞാൽ ഏകദേശം 8000 പിക്സൽ വീതിയുള്ള ചിത്രം. പക്ഷേ ഫിലിമിനുള്ളിൽ പിക്സലുകളില്ല. അതുകൊണ്ട് ഫിലിം യഥാർത്ഥത്തിൽ 16K ആണെന്നോ 20K ആണെന്നോ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഫിലിം ഒരു സ്കാനർ ഉപയോഗിച്ച് ഡിജിറ്റലാക്കി മാറ്റുമ്പോൾ 4K, 8K, 11K, 16K എന്നിങ്ങനെ നമുക്ക് സ്കാൻ ചെയ്യാം. പക്ഷേ അത് ഫിലിമിന്റെ യഥാർത്ഥ റെസൊല്യൂഷൻ അല്ല. സ്കാനർ ഫിലിമിലെ വിവരങ്ങൾ എത്ര വലിയ ഡിജിറ്റൽ രൂപത്തിൽ വായിച്ചെടുത്തു എന്നതാണ് അതർത്ഥമാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു പുസ്തകത്തിന്റെ ഉദാഹരണം പറയാം. ഒരു പുസ്തകത്തിലെ ഒരു പേജ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. അതേ പേജ് തന്നെ വളരെ മികച്ച സ്കാനർ ഉപയോഗിച്ചും പകർത്താം. പക്ഷേ സ്കാനറിന്റെ ശേഷിയല്ല പുസ്തകത്തിലെ അറിവിന്റെ അളവ് തീരുമാനിക്കുന്നത്. ഫിലിമിന്റെ കാര്യവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അതിനുള്ള ഡീറ്റെയിൽസ് എത്രത്തോളം ലഭിക്കും എന്നത് ഫിലിം സ്റ്റോക്ക്, ലെൻസ്, എക്സ്പോഷർ, ഫിലിം വികസിപ്പിക്കുന്ന രീതി, ഫിലിമിലെ കണികകളുടെ വലുപ്പം, പിന്നീട് അത് സ്കാൻ ചെയ്യുന്ന രീതി എന്നിവയെല്ലാം ആശ്രയിച്ചിരിക്കും. സിനിമയുടെ ചരിത്രത്തിൽ പതിറ്റാണ്ടുകളായി ഏറ്റവും പ്രധാനപ്പെട്ട ഫിലിം ഫോർമാറ്റുകളിൽ ഒന്നായിരുന്നു 35mm. ദ ഗോഡ് ഫാദർ മുതൽ ടൈറ്റാനിക് വരെയുള്ള എണ്ണമറ്റ സിനിമകൾ 35mm ഫിലിമിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 35mm എന്ന് പറയുന്നത് എന്താണ്? ഇത് ചിത്രത്തിന്റെ റെസൊല്യൂഷൻ അല്ല, ഫിലിം സ്ട്രിപ്പിന്റെ വീതിയുമായി ബന്ധപ്പെട്ട ഒരു അളവാണ്. ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചിന്തിച്ചു നോക്കാം. ഒരു ചെറിയ ജനലിലൂടെ പുറത്തേക്കുള്ള ഒരു കാഴ്ച നമ്മൾ നോക്കുന്നു. അതേ സ്ഥലത്ത് ഒരു വലിയ ജനൽ തുറന്ന് നോക്കുന്നു. ഇത് രണ്ടും ഒരുപോലെയല്ല. വലിയ ജനലിലൂടെ നമുക്ക് കൂടുതൽ കാഴ്ച ഒരേ സമയം കാണാം. 35mm ഫിലിമിനേക്കാൾ വലിയ ഫിലിം ഫോർമാറ്റാണ് 65mm. ഫിലിം ഫ്രെയിമിന് കൂടുതൽ ചിത്രത്തിന്റെ പ്രദേശം ലഭിക്കുന്നു. അതായത് ക്യാമറക്ക് പ്രകാശം രേഖപ്പെടുത്താൻ
കൂടുതൽ വലിയൊരു ജനൽ ലഭിക്കുന്നത് പോലെയാണ്. ഇവിടെയാണ് 65mm ഫിലിമിന്റെ പ്രത്യേകത. പക്ഷേ 65mm നെഗറ്റീവും 70mm പ്രിന്റും ഒരേ കാര്യമല്ല. ചിത്രീകരിക്കുമ്പോൾ ക്യാമറയിൽ സാധാരണയായി 65mm നെഗറ്റീവ് ഫിലിമാണ് ഉപയോഗിക്കുന്നത്. തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന 70mm പ്രിന്റിൽ ശബ്ദത്തിനു വേണ്ടി അധിക സ്ഥലം ഉൾപ്പെടുത്തിയതുകൊണ്ടാണ് അതിനെ 70mm എന്ന് വിളിക്കുന്നത്. അതിനാൽ 35mm നിന്ന് 65mm പോകുമ്പോൾ ഫിലിം സ്ട്രിപ്പിന്റെ വലുപ്പം മാത്രമല്ല മാറുന്നത്, ഒരു ഫ്രെയിമിൽ രേഖപ്പെടുത്താൻ കഴിയുന്ന ചിത്രപ്രദേശവും വർദ്ധിക്കുന്നു. ഇനി അതിലും വലിയൊരു ചുവടുവെപ്പാണ് IMAX 1570. ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാകുന്നത്. സാധാരണ ഫിലിം ക്യാമറകളിൽ ഫിലിം ഒരു നിശ്ചിത രീതിയിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ IMAXൽ ഒരു ഫ്രെയിമിന് വളരെ വലിയ ചിത്രപ്രദേശം ലഭിക്കുന്ന രീതിയിലാണ് ഫിലിം ഉപയോഗിക്കുന്നത്. 1570 എന്ന പേരിലെ 15 എന്നത് ഒരു ഫ്രെയിമിന്റെ ഉയരത്തിൽ വരുന്ന പെർഫറേഷനുകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. പെർഫറേഷൻ എന്നത് ഫിലിം സ്ട്രിപ്പിന്റെ അരികിലുള്ള ചെറിയ ദ്വാരങ്ങളാണ്. IMAX 70mm ഫിലിം തിരശ്ചീനമായി സഞ്ചരിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ഫ്രെയിം ലഭിക്കുന്നത്. അതായത് 35mm നിന്ന് 65mm അവിടെ നിന്ന് IMAX 70mm പോകുമ്പോൾ നമ്മൾ വെറുതെ കൂടുതൽ റെസൊല്യൂഷൻ കൂട്ടുകയല്ല ചെയ്യുന്നത്. ക്യാമറക്ക് പ്രകാശം രേഖപ്പെടുത്താൻ ലഭിക്കുന്ന ചിത്രപ്രദേശം തന്നെ വലുതായി മാറുകയാണ്. ഇതാണ് നോളന് ഇത്രയും പ്രധാനപ്പെട്ടതായി മാറിയത്. കാരണം ഒരു വലിയ ചിത്രം കിട്ടുന്നു എന്നത് മാത്രമല്ല കാര്യം, ആ വലിയ ചിത്രം വലിയ സ്ക്രീനിൽ കാണിക്കുമ്പോൾ പ്രേക്ഷകന്റെ കാഴ്ചാരംഗത്തിന്റെ വലിയൊരു ഭാഗം സിനിമ അങ്ങോട്ട് നിറക്കുകയാണ്. അവിടെയാണ് IMAXന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത്, ആസ്പെക്ട് റേഷ്യോ. ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു ചിത്രത്തിന്റെ വീതിയും ഉയരവും തമ്മിലുള്ള അനുപാതം ആണ്. ഉദാഹരണത്തിന് നമ്മൾ സാധാരണ ടെലിവിഷനിലും യൂട്യൂബ് വീഡിയോകളിലും കാണുന്ന 16:9 ഒരു ആസ്പെക്ട് റേഷ്യോ ആണ്. പക്ഷെ സിനിമകളിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ പല ആസ്പെക്ട് റേഷ്യോകളും ഉപയോഗിക്കുന്നുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വിവിധ ആസ്പെക്ട് റേഷ്യോകൾ കാണാം. ഇവ തമ്മിലുള്ള വ്യത്യാസം വെറും അക്കങ്ങളുടെ വ്യത്യാസമല്ല. ക്യാമറയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഫ്രെയിമിൽ നമുക്ക് എത്ര ഭാഗം കാണാൻ കഴിയുന്നു എന്നതിനെ ഇത് നേരിട്ട് ബാധിക്കുന്ന കാര്യമാണ്. ഒരു സാധാരണ വീഡിയോ ഫ്രെയിം ആദ്യം ഇവിടെ കാണുന്നത് 16:9 ആണ്. ടെലിവിഷൻ, യൂട്യൂബ്, പല ഡിജിറ്റൽ വീഡിയോ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ സാധാരണമായി കാണുന്ന ഫ്രെയിം ഇതാണ്. ഇത് താരതമ്യേന വീതിയുള്ള ഒരു ഫ്രെയിമാണ്. അതായത് ഒരു ദൃശ്യം ഹൊറിസോണ്ടലായി കൂടുതൽ വ്യാപിച്ച് കാണിക്കാൻ ഈ ആസ്പെക്ട് റേഷ്യോ സഹായിക്കുന്നു. ഇനി 70mm സിനിമയിലേക്ക് വരാം. വളരെ വീതിയുള്ള സിനിമാറ്റിക് ഫ്രെയിമാണിത്. പ്രത്യേകിച്ച് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു ദൃശ്യത്തിന് കൂടുതൽ സിനിമാറ്റിക് ഫീൽ നൽകാൻ ഇത്തരം വീതിയുള്ള ഫ്രെയിമുകൾക്ക് സാധിക്കും. ഇത് വളരെ വീതിയുള്ള സിനിമാ ഫ്രെയിമാണ്. ഇത്തരം ഫ്രെയിം ഉപയോഗിക്കുമ്പോൾ ഒരു ദൃശ്യത്തിൽ ഇടത്തും വലത്തും ഭാഗത്തേക്ക് കൂടുതൽ സ്ഥലം ലഭിക്കുന്നു. അതുകൊണ്ട് വലിയ ലാൻഡ്സ്കേപ്പുകൾ, ഒരുപാട് കഥാപാത്രങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന രംഗങ്ങൾ, വലിയ ആർക്കിടെക്ചർ എന്നിവ ചിത്രീകരിക്കുമ്പോൾ ഈ ഫ്രെയിം വളരെ ഫലപ്രദമാണ്. ഈ ഫ്രെയിമിൻ്റെ വീതി കൂടുതലായതുകൊണ്ട് തന്നെ വീതി കൂടുന്തോറും ഉയരം കുറയും. അതുകൊണ്ട് ഉയരമുള്ള ഒരു കെട്ടിടമോ ഒരാളുടെ ശരീരം മുഴുവനായോ ആകാശവും ഭൂമിയും എല്ലാം ഉൾപ്പെടുന്ന ഒരു വെർട്ടിക്കൽ കോമ്പോസിഷനോ കാണിക്കുമ്പോൾ ഫ്രെയിമിന് പരിമിതികളുണ്ടാകും. ആസ്പെക്ട് റേഷ്യോ മനസ്സിലാക്കാൻ ഒരു ലളിതമായ ഉദാഹരണം നോക്കാം. നമ്മളൊരു വലിയ കെട്ടിടത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണെന്ന് കരുതുക. വളരെ വീതിയുള്ള ഫ്രെയിം ഉപയോഗിച്ചാൽ കെട്ടിടത്തിൻ്റെ ഇരുവശങ്ങളും കൂടുതൽ കാണാൻ കഴിയും. പക്ഷേ ഫ്രെയിം കൂടുതൽ ഉയരമുള്ളതാണെങ്കിൽ കെട്ടിടത്തിൻ്റെ താഴെ മുതൽ മുകളിലേക്ക് കൂടുതൽ ഭാഗം കാണിക്കാൻ കഴിയും. അതായത് വീതിയുള്ള ഫ്രെയിം ഇടത്തും വലത്തും കൂടുതലായി കാണിക്കാൻ സാധിക്കും. ഉയരമുള്ള ഫ്രെയിം മുകളിലെയും താഴെയുമുള്ള ഭാഗങ്ങൾ കൂടുതലായി കാണിക്കാൻ സാധിക്കും. ഇതാണ് ആസ്പെക്ട് റേഷ്യോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ഇനി IMAXിലേക്ക് വരാം. സാധാരണ വൈഡ് സ്ക്രീൻ സിനിമാ ഫ്രെയിമുകളേക്കാൾ കൂടുതൽ ഉയരമുള്ളതാണ്. അതുകൊണ്ട് കഥാപാത്രങ്ങളുടെ മുകളിലെയും താഴെയുമുള്ള കൂടുതൽ ചിത്രപ്രദേശം പ്രേക്ഷകന് ലഭിക്കും. വൈഡ് സ്ക്രീൻ ഫ്രെയിമുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടെ മുകളിലെയും താഴെയും വളരെ കൂടുതൽ ചിത്രപ്രദേശം കാണാം. അതിനർത്ഥം ചിത്രം വെറുതെ വലുതാക്കിയതെന്നല്ല, ക്യാമറയിൽ തന്നെ കൂടുതൽ വെർട്ടിക്കൽ ഇമേജ് ഏരിയ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രേക്ഷകന് കൂടുതൽ ഭാഗം കാണാൻ സാധിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഓപ്പൺഹൈമർ
ഹൈമർ ഒരു നല്ല ഉദാഹരണമാണ്. ഈ സിനിമയിൽ വ്യത്യസ്ത ആസ്പെക്ട് റേഷ്യോകൾ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും ഒരേ രംഗമാണെങ്കിലും ഫ്രെയിമിന്റെ ആകൃതി മാറുമ്പോൾ നമുക്ക് കാണുന്ന ചിത്രത്തിന്റെ ഏരിയയും മാറുന്നു. കഥാപാത്രത്തിന്റെ മുകളിലുള്ള ആകാശവും താഴെയുള്ള ഭൂമിയും കൂടുതലായി കാണാം. അതുകൊണ്ട് തന്നെ ഓപ്പൺഹൈമറിൽ ചില രംഗങ്ങളിൽ ചിത്രം മുകളിലേക്കും താഴേക്കും വികസിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുന്നു. ഇത് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ചിത്രം സ്ട്രെച്ച് ചെയ്തതല്ല, ക്യാമറയിൽ രേഖപ്പെടുത്തിയ കൂടുതൽ ഇമേജ് ഏരിയ പ്രേക്ഷകന് കാണിച്ചു കൊടുക്കുകയാണ്. ഇനി നോളൻ എന്തിനാണ് ഇത്രയും വലിയ ഫിലിം ഫ്രെയിം ഇഷ്ടപ്പെടുന്നത് എന്ന് കൂടുതൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്റർസ്റ്റെല്ലാറിൽ ബഹിരാകാശത്തിന്റെ വിശാലത കാണിക്കണം. ഡങ്കിർക്കിൽ യുദ്ധഭൂമിയുടെ നടുവിൽ പ്രേക്ഷകനെ എത്തിക്കണം. ഓപ്പൺഹൈമറിൽ ഒരു വശത്ത് വലിയ ആറ്റോമിക് സ്ഫോടനം കാണിക്കുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് ഒരു മനുഷ്യന്റെ മുഖത്തെ ചെറിയ വികാരവും വലുതായി കാണിക്കണം. ദ ഒഡീസിയിൽ കടലും മലകളും യുദ്ധഭൂമികളും വിശാലമായ പ്രകൃതി ദൃശ്യങ്ങളും ഒരു മനുഷ്യന്റെ യാത്രയും ഒരേ സിനിമയിൽ വരുന്നു. അപ്പോൾ വലിയ ഫിലിം ഫ്രെയിം നോളന് ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല, അത് കഥ പറയാനുള്ള ഒരു ഉപകരണം കൂടിയാണ്. പക്ഷെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഫിലിമിന്റെ പ്രത്യേകത അതിന്റെ വലുപ്പം മാത്രമാണോ? അല്ല, ഫിലിമിന് അതിൻ്റെതായ ഒരു ചിത്ര സ്വഭാവമുണ്ട്. നമ്മളൊരു മനുഷ്യന്റെ മുഖം നോക്കുമ്പോൾ അതൊരു പൂർണ്ണമായും ഒരേ നിറത്തിലുള്ള പ്രതലമല്ല. വളരെ ചെറിയ നിഴലുകളുണ്ട്, നിറത്തിലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ചർമ്മത്തിലെ സൂക്ഷ്മമായ ഘടനകളുണ്ട്. വെളിച്ചം ശക്തമാകുമ്പോൾ അതിൽ നിന്ന് നിഴലിലേക്ക് മാറുന്ന രീതിയുണ്ട്. ഫിലിം ഈ പ്രകാശ വ്യത്യാസങ്ങളെ അതിൻ്റെതായ രീതിയിൽ തന്നെ രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം ഫിലിമിലെ ഗ്രൈനും ചിത്രത്തിനൊരു പ്രത്യേക ഘടന നൽകുന്നു. ഈ ഗ്രൈൻ ഡിജിറ്റൽ ചിത്രത്തിലെ സാധാരണ നോയ്സുമായി സാമ്യമുള്ളതല്ല. ഫിലിമിന്റെ രാസഘടനയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന സ്വാഭാവികമായ ചിത്ര സ്വഭാവമാണത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ഫിലിം തന്നെയാണോ ഡിജിറ്റലിനേക്കാൾ മികച്ചത്? അങ്ങനെയും പറയാൻ സാധിക്കില്ല. ഇതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നത്തെ മികച്ച ഡിജിറ്റൽ ക്യാമറകൾ അതിശയകരമായ ക്വാളിറ്റിയുള്ളവയാണ്. വളരെ കൃത്യമായ നിറങ്ങൾ ലഭിക്കും. ചിത്രീകരണം വളരെ എളുപ്പമാണ്. ഫിലിമിനേക്കാൾ കൂടുതൽ സമയം ചിത്രീകരിക്കാൻ കഴിയും. ചിത്രീകരിച്ച ഉടനെ ഫലം പരിശോധിക്കാൻ സാധിക്കും. പിന്നീട് കമ്പ്യൂട്ടറിൽ ചിത്രം വളരെ കൃത്യമായി നിയന്ത്രിക്കാൻ കഴിയും. അതുകൊണ്ട് ഡിജിറ്റൽ സാങ്കേതികവിദ്യ മോശമാണെന്ന് നോളൻ പോലും പറയുന്നില്ല. അദ്ദേഹം സെലക്ട് ചെയ്യുന്നത് മറ്റൊന്നാണ്. താൻ പറയുന്ന കഥക്ക് ഏത് ചിത്ര സ്വഭാവമാണ് വേണ്ടത് എന്നാണ് നോളന്റെ കാര്യത്തിൽ ഫിലിമിനെ പ്രധാനമാക്കുന്നത്. ഇനി ഐമാക്സ് ക്യാമറയെ കുറിച്ചുകൂടി ചിന്തിച്ചു നോക്കുക. ഇത്രയും വലിയ ഫിലിം വളരെ വേഗത്തിൽ ക്യാമറക്കുള്ളിൽ മുന്നോട്ടും പിന്നോട്ടും നീങ്ങണം. ഒരു സെക്കൻഡിൽ 24 ഫ്രെയിമുകൾ. ഒരു ഫ്രെയിം വരുന്നു, കൃത്യമായി നിൽക്കുന്നു, ഷട്ടർ തുറക്കുന്നു, പ്രകാശം ഫിലിമിൽ പതിക്കുന്നു, ഷട്ടർ അടയുന്നു, ഫിലിം അടുത്ത ഫ്രെയിമിലേക്ക് നീങ്ങുന്നു, വീണ്ടും നിൽക്കുന്നു. ഇതെല്ലാം ഒരു സെക്കൻഡിൽ 24 തവണ ആവർത്തിക്കണം. അതുകൊണ്ടാണ് ഐമാക്സ് ഫിലിം ക്യാമറകൾ വളരെയേറെ സങ്കീർണവും വലുതുമായ യന്ത്രങ്ങളായി മാറിയത്. അവയുടെ യന്ത്രപ്രവർത്തനത്തിന്റെ ശബ്ദവും ഒരു പ്രശ്നമായിരുന്നു. നോളന്റെ തീരുമാനത്തിന്റെ മറ്റൊരു ഭാഗം കൂടി നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം വെറുതെ ഒരു പഴയ ക്യാമറ ഉപയോഗിക്കുന്നതല്ല. പഴയ ഫിലിം സാങ്കേതികവിദ്യയെ പുതിയ എഞ്ചിനീയറിംഗുമായി ചേർത്തുകൊണ്ട് അതിന്റെ പരിമിതികളെ മറികടക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇനി നമുക്ക് ഐമാക്സിന്റെ ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു ഭാഗത്തേക്ക് കൂടി വരാം. ഡിജിറ്റൽ ഐമാക്സ്, ഫിലിം ഐമാക്സ്, ഇവ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? ആദ്യം ഒരു കാര്യം വ്യക്തമായി പറയാം. ഡിജിറ്റൽ ഐമാക്സ് എന്നത് വ്യാജ ഐമാക്സ് അല്ല. അത് ശരിയായ ഐമാക്സ് പ്രദർശന സംവിധാനം തന്നെയാണ്. പക്ഷെ അതിന്റെ പ്രവർത്തന രീതി 70mm ഫിലിം ഐമാക്സിൽ നിന്ന് വ്യത്യസ്തമാണ്. 70mm ഫിലിം ഐമാക്സിൽ യഥാർത്ഥ ഫിലിം പ്രിന്റ് പ്രൊജക്ടറിലൂടെ കടന്നുപോകുന്നുണ്ട്. പ്രകാശം ആ ഫിലിമിലൂടെ കടന്നുപോകുന്നുണ്ട്. അത് ലെൻസിലൂടെ വലുതാക്കി സ്ക്രീനിൽ എത്തിക്കുന്നു. ഡിജിറ്റൽ ഐമാക്സിൽ സിനിമ ഡിജിറ്റൽ രൂപത്തിലാണ് സൂക്ഷിക്കുന്നത്. പ്രൊജക്ടർ ആ ഡിജിറ്റൽ ചിത്രത്തെ പ്രകാശമാക്കിക്കൊണ്ട് സ്ക്രീനിലേക്ക് പ്രക്ഷേപിക്കുന്നു. ഇവിടെ ഡിജിറ്റൽ ഐമാക്സിന് വലിയ ഗുണങ്ങളുണ്ട്. ഫിലിം പ്രിന്റ് പോലെ ഓരോ പ്രദർശനത്തിലും ചിത്രം തേയ്മാനം സംഭവിക്കില്ല, സ്ക്രാച്ചുകൾ ഉണ്ടാകില്ല, പൊടിപിടിക്കില്ല, ഫിലിം പൊട്ടിപ്പോകുന്ന പ്രശ്നമില്ല. ചിത്രത്തിന്റെ സ്ഥിരത വളരെ മികച്ചതായിരിക്കും. പ്രത്യേകിച്ച് ഐമാക്സ് വിത്ത് ലേസർ പോലുള്ള സംവിധാനങ്ങളിൽ തെളിച്ചവും കോൺട്രാസ്റ്റും നിറവും വളരെ മികച്ചതാക്കി അവതരിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഫിലിം ഐമാക്സിന്റെ ഗുണമെന്താണ്? വളരെ വലിയ ഫ്രെയിം, ഫിലിമിന്റെ സ്വാഭാവികമായ ചിത്ര സ്വഭാവം, ഫിലിമിന്റെ ഗ്രൈനുകൾ, വലിയ സ്ക്രീനിൽ യഥാർത്ഥ ഫിലിം പ്രൊജക്ഷൻ, ഇവയെല്ലാം ചേർന്ന അനുഭവമാണ് ഫിലിം പ്രൊജക്ഷൻ. അതുകൊണ്ട് ഡിജിറ്റൽ ഐമാക്സ് മോശം, ഫിലിം ഐമാക്സ് നല്ലത് എന്നൊന്നും പറയുന്നത് ശരിയല്ല. രണ്ടിന്റെയും ശക്തിയും ഗുണങ്ങളും വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ ഐമാക്സ് സ്ക്രീനുകൾ ഇപ്പോൾ പല നഗരങ്ങളിലുമുണ്ട്. പക്ഷേ
ഐമാക്സ് എന്ന പേര് മാത്രം കേട്ടാൽ അത് 70mm ഫിലിം പ്രൊജക്ഷൻ ആണെന്ന് കരുതരുത്. പല സ്ഥലങ്ങളിലും ഐമാക്സ് സംവിധാനം ഐമാക്സ് വിത്ത് ലേസർ ആണ്. അതായത് അവിടെ നമുക്ക് ലഭിക്കുന്നത് ലേസർ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ഐമാക്സ് അനുഭവമാണ്. അതൊരു മികച്ച അനുഭവം തന്നെയാണ്. പക്ഷേ അത് ക്രിസ്റ്റഫർ നോളൻ ചിത്രീകരിച്ച യഥാർത്ഥ 70mm ഐമാക്സ് ഫിലിം പ്രൊജക്ഷൻ അല്ല. ഇവിടെയാണ് ഇന്ത്യയിലെ സിനിമാ പ്രേമികൾ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. നമ്മളൊരു ഐമാക്സ് തിയേറ്ററിൽ ദ ഒഡീസി കാണുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഐമാക്സ് എന്ന പേര് മാത്രമല്ല, അത് ഏത് തരത്തിലുള്ള ഐമാക്സ് ആണെന്നാണ്. ഫിലിമാണോ, ഡിജിറ്റലാണോ, ലേസർ പ്രൊജക്ഷൻ ആണോ, സ്ക്രീനിന്റെ വലുപ്പം എത്രയാണ്, എത്രത്തോളം ഉയരമുള്ള ആസ്പെക്ട് റേഷ്യോ പ്രദർശിപ്പിക്കാൻ അതിന് കഴിയും, ഇവയെല്ലാം ചേർന്നാണ് യഥാർത്ഥ അനുഭവം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഐമാക്സ് എന്ന പേര് മാത്രം നോക്കാതെ ഏത് ഐമാക്സ് ആണ് എന്നതുകൂടി നോക്കേണ്ടത്. അതാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ലൈമാക്സ് എന്ന വാക്കിന്റെ പിന്നിലുള്ള ആശയക്കുഴപ്പം. ഒരു ചെറിയ ഡിജിറ്റൽ ഐമാക്സ് സ്ക്രീൻ കണ്ടതുകൊണ്ട് അത് വ്യാജ ഐമാക്സ് ആകുന്നില്ല. അത് ഐമാക്സ് സാങ്കേതിക വിദ്യയുടെ വേറൊരു രൂപമാണ്. പ്രശ്നം പേരിലല്ല, പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്ന അനുഭവവും യഥാർത്ഥത്തിൽ ലഭിക്കുന്ന അനുഭവവും തമ്മിലുള്ള വ്യത്യാസത്തിലാണ്. നമുക്ക് വീണ്ടും ക്രിസ്റ്റഫർ നോളനിലേക്ക് വരാം. എന്തിനാണ് അദ്ദേഹം ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു സംവിധാനത്തെ ഇപ്പോഴും സെലക്ട് ചെയ്യുന്നത്? കാരണം അദ്ദേഹത്തിന് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ വേണം എന്നതല്ല ആഗ്രഹം. തൻ്റെ കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സാങ്കേതിക വിദ്യ വേണമെന്നാണ് അദ്ദേഹം കരുതുന്നത്. ഒരു സിനിമയിൽ വലിയൊരു കടൽ കാണിക്കേണ്ടി വരുമ്പോൾ ആ കടലിന്റെ വിശാലത പ്രേക്ഷകന് അനുഭവിക്കാൻ സാധിക്കണം. ഒരു യുദ്ധഭൂമി കാണിക്കുമ്പോൾ പ്രേക്ഷകൻ അതിന്റെ നടുവിൽ നിൽക്കുന്നത് പോലെ തോന്നണം. അതേസമയം ഒരു മനുഷ്യന്റെ മുഖത്തുള്ള ചെറിയൊരു വികാരം പോലും നഷ്ടപ്പെടാനും പാടില്ല. ഇതിനായി വലിയ ഫിലിം ഫ്രെയിമും ഫിലിമിന്റെ പ്രത്യേക ചിത്ര സ്വഭാവവും നോളന് ഒരു പ്രത്യേക സാധ്യത നൽകി. അതുകൊണ്ടാണ് ദ ഒഡീസി പോലൊരു സിനിമയിൽ അദ്ദേഹം വീണ്ടും ഈ ഫിലിമിന്റെ വഴി തിരഞ്ഞെടുത്തത്. ഇന്ന് നമ്മൾ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ചോദിക്കുന്നത് എത്ര മെഗാ പിക്സൽ, എത്ര വലിയ ക്യാമറ എന്നൊക്കെയാണ്. പക്ഷേ ക്രിസ്റ്റഫർ നോളന്റെ സമീപനം നമ്മോട് മറ്റൊരു ചോദ്യം ചോദിക്കുന്നു. ഒരു ചിത്രം എത്ര വലിയ സംഖ്യയുള്ളതാണ് എന്നതിലുപരി അത് നമ്മളിൽ എന്ത് അനുഭവമാണ് ഉണ്ടാക്കുന്നത്? ഒരു ക്യാമറ പ്രകാശത്തെ എങ്ങനെ രേഖപ്പെടുത്തി? ഒരു ഫിലിം ഫ്രെയിമിൽ എത്ര വലിയ ലോകമാണ് സൂക്ഷിച്ചത്? അത് എങ്ങനെ സ്ക്രീനിലേക്ക് തിരിച്ചെത്തി? അവസാനം നമ്മുടെ കണ്ണിലും തലച്ചോറിലും എങ്ങനെയാണ് ഒരു അനുഭവമായി മാറിയത്? അതാണ് യഥാർത്ഥ സിനിമ. അതുകൊണ്ടാണ് ക്രിസ്റ്റഫർ നോളൻ ഫിലിം തിരഞ്ഞെടുക്കുന്നത്. ഭൂതകാലത്തെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല. അദ്ദേഹം പഴയ സാങ്കേതിക വിദ്യയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളല്ല. മറിച്ച് ഇന്നത്തെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടൊപ്പം ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള പ്രകാശ രേഖപ്പെടുത്തൽ രീതിയെ ചേർത്തുകൊണ്ട് തനിക്ക് വേണ്ട സിനിമാനുഭവം അദ്ദേഹം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ടാണ് ദ ഒഡീസി പോലുള്ള സിനിമ ഇന്നും നമ്മോടൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നത്. സിനിമയുടെ ഭാവി എന്നത് എല്ലായ്പ്പോഴും കൂടുതൽ പിക്സലുകളിലായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് ഒരു ഫിലിം ഫ്രെയിമിൽ പതിച്ച ഒരു പ്രകാശ കിരണത്തിലും ഉണ്ടാകാം. അതുതന്നെയാണ് നോളൻ ഇന്നും നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നന്ദി.